ഇന്ന് നമ്മൾ ചക്ക വേവിച്ച് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കിയത്. അപ്പം ഒരു ഇഞ്ചിപ്പുളി ഞാൻ ഉണ്ടാക്കിയത് ശർക്കരയും വാളംപുളിയും ചേർത്താണ് ഉണ്ടാക്കിയത്. ഒരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയതെന്ന് പറയുന്നത് കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി അരിഞ്ഞ് വെക്കണം. ഒരു 2 കഷ്ണം കുടംപുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുക്കണം. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് അപ്പോൾ ഇത് നമുക്ക് എരിവും പുളിയും എല്ലാം കൂടി ചേർന്ന് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. 2 ദിവസത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ 2-3 ദിവസത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എണ്ണ മൂത്ത് കടുകിട്ട് പൊട്ടി കഴിയുമ്പം ഒരു 2 വറ്റൽമുളക് മുറിച്ചിട്ട് അതിനുശേഷം ഇഞ്ചി അതിലേക്കിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വെളുത്തുള്ളി കൂടെ അതിലേക്ക് ഇടുക. ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില അതിടണം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിന് വേണം നമ്മൾ ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചത് ഇടാനായിട്ട്. ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചത് കൂടെ അതിലേക്കിട്ട് അപ്പോൾ ഇഞ്ചിപ്പുളി നമ്മൾ മധുരമുള്ളത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ശർക്കര തിളപ്പിച്ച് അത് അരിച്ചെടുത്ത് വെക്കണം. അതിനുശേഷം 1 സ്പൂണ് ഉലുവാപ്പൊടി, 1 സ്പൂണ് കായപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അല്ല ഓരോ കായപ്പൊടി ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ വീതം മതിയേ. മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി ഒരു 2 സ്പൂണ് മുളക് പൊടിയോളം നമുക്ക് വേണ്ടി വരും. ഇതെല്ലാം തീ കുറച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ മുളക് പൊടി ഈ പൊടികളെല്ലാം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. നമ്മൾ നേരത്തെ ഉള്ള ഉള്ളി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴാണ് ഈ പൊടികളെല്ലാം ചേർക്കേണ്ടത്. അതിനുശേഷം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ വാളംപുളി അല്ല കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുടംപുളി അതിലേക്ക് ഇടണം. വാളംപുളി ചേർത്തുണ്ടാക്കുന്നതിന് നമ്മൾ വാളംപുളി പിഴിഞ്ഞ് വെച്ചത് ഒഴിക്കണം, ശർക്കര അരിച്ച് വെച്ചത് ഒഴിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ കുടംപുളി ചേർത്തതായതുകൊണ്ട് ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്ന് ചൂടായി, നന്നായിട്ടൊന്ന് ചൂടായ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതേ സെയിം തന്നെ നമ്മൾ മധുരമുള്ള ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനും ചെയ്യേണ്ടത്. ശർക്കര ചേർക്കണം. കുടംപുളി ചേർക്കുന്നതിന് പകരം വാളംപുളിയാണ് അതിൽ ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എല്ലാ ഇൻഗ്രീഡിയൻസും ബാക്കിയെല്ലാം സെയിമാണ്. കുരുമുളക് പൊടി മാത്രം നമ്മൾ വാളംപുളി ചേർത്ത് മധുരം ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്നതിന് കുരുമുളക് പൊടി ഇടാതാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.